കൊല്ലം കുളത്തൂപ്പുഴയിലാണ് അമ്മയുടെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. സ്വന്തം മകൻ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമ്മയുടെ മൃതദേഹമാണ് മകൻ പൂജിച്ചത്. മകൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എസ്റ്റേറ്റ് വാർഡ് RPL ചുവപ്പ് കോളനിയിൽ ഒരു 90 വയസ്സുള്ള ഒരു അമ്മ മരണപ്പെട്ടുണ്ടായി. അവർക്കൊരു മകനുണ്ട്. അദ്ദേഹം ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരെ ആരും അകത്ത് കാണാനോ ഒന്നും കയറാനോ സമ്മതിക്കത്തില്ല. ആശാവർക്കർ വന്ന പോലെ കയറാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ മകള് വരികയും വൈകിട്ട് കാണാൻ വന്നപ്പോൾ അങ്ങനെ അമ്മൂമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് ഇത് നാട്ടുകാരെ അറിയുന്നത്. പോലീസുകാർ പറയുന്നത് 4 ദിവസം പഴക്കമാണ് അവർ പറയുന്നത്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, ഒരേപോലെ നമുക്ക് വേദനയും ഞെട്ടലുമൊക്കെ ഉണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഈ ചിന്നത്താമ്മ എപ്പോഴാണ്, ഏത് ദിവസമാണ് മരണപ്പെട്ടിട്ടുള്ളത്? ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? മാനസിക വെല്ലുവിളി തന്നെയാണോ ഇവിടെ വില്ലനായിട്ടുള്ളത്? പോലീസ് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? മൃതദേഹം സംസ്കരിച്ചോ? ഷിഗാസ്, കൊല്ലത്ത് നിന്നും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ചിന്നത്താമ്മ എന്ന് പറയുന്ന മാതാവ് ബുധനാഴ്ച രാവിലെയോടുകൂടിയാണ് മരണപ്പെട്ടത്. പക്ഷേ ഇവർക്കൊപ്പം താമസിച്ചു വന്നിരുന്ന മകൻ കഴിഞ്ഞ 3 ദിവസമായി മാതാവിൻ്റെ മൃതദേഹം വീട്ടിൽ വെള്ള പുതപ്പിച്ച് പൂജ ചെയ്ത് വരികയായിരുന്നു എന്നുള്ളതാണ് കുളത്തൂപ്പുഴ പോലീസിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. ഇന്നലെ വൈകുന്നേരം 6:30 മണിയോടുകൂടിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറം ലോകം അറിയുന്നത്. ഇതിൽ ഈ മകന് ഈ മാനസികമായിട്ടുള്ള വൈകല്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ മകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ചിന്നത്താമ്മയുടെ ചെറുമകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുളത്തൂപ്പുഴയുള്ള ഈ RPL എന്ന് പറയുന്ന 2F ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത്. അത് ഈ ചെറുമകൾ വന്നത് തന്നെ ഈ മകൻ്റെ, അതായത് ഈ അച്ഛൻ്റെ ഈ തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ 6:30 മണിയോടുകൂടി ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്. ആ ക്വാർട്ടേഴ്സിൽ എത്തുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഈ മകൾ നേരിട്ട് തന്നെ കാണുന്നു. പിന്നീട് അറിയുമ്പോഴാണ് ഈ കാര്യം ബുധനാഴ്ച കൂടിയാണ് ഈ മാതാവ് മരണപ്പെട്ട വിവരം കുളത്തൂപ്പുഴ പോലീസിനോടൊക്കെ പങ്കുവെക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് വെള്ള പുതപ്പിച്ച് കിടത്തി അവിടെ തന്നെ വീട്ടിനുള്ളിൽ തന്നെ ഈ ചന്ദനത്തിരികളൊക്കെ കത്തിച്ചു വെച്ച് പൂജ നടത്തി വരികയായിരുന്നു. ഇടവേളകളിൽ ഈ തുണി മുക്കി തന്നെ വെള്ളം കൊണ്ട് തുടയ്ക്കുകയും പൗഡർ ഇട്ട് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മകൻ ഇപ്പോൾ കുളത്തൂപ്പുഴ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കുളത്തൂപ്പുഴ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ഈ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷിഗാസ്. ശരി അരുൺ, കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഈ സംഭവം. മാനസിക വെല്ലുവിളി നേരിടുന്ന മകനാണ് 4 ദിവസം മുമ്പ് മരണപ്പെട്ട സ്വന്തം അമ്മയുടെ മൃതശരീരം വീട്ടിനുള്ളിൽ വെച്ച് പൂജിക്കുകയായിരുന്നു.